വിവാഹം കഴിഞ്ഞ് കേവലം ഒരു ദിവസം മാത്രം പിന്നിട്ട നവവധുവിനെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ദുരൂഹതയും വേദനയും നിറഞ്ഞ ഒരധ്യായമായി മാറുകയാണ്. ഈ അപ്രതീക്ഷിത മരണം ആ കുടുംബത്തിന് മാത്രമല്ല നാടിന് മൊത്തത്തിൽ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വടകര കരിപ്പാടം വാഴക്കാലയിൽ രാജൻ അംബിക ദമ്പതികളുടെ മകളായ അനുപ്രിയയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം നടന്നത്. ദിവസങ്ങൾ മാത്രം മുമ്പ് സന്തോഷത്തിന്റെ പശ്ചാത്തലത്തിൽ മുഴുകിയ വീട് നിമിഷങ്ങൾക്കകം ഒരു ദുരന്ത ഭൂമിയായി മാറി. വടയാർ കിഴക്കേക്കര സ്വദേശിയായ ഒരു യുവാവുമായിട്ടായിരുന്നു നവംബർ 8-നാണ് അനുപ്രിയയുടെ വിവാഹം നടന്നത്. ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് ഈ ദാരുണമായ സംഭവം നടന്നതും. വിവാഹശേഷം സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയ യുവതിയാണ് തിങ്കളാഴ്ച രാവിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ ഏറെ നേരം കഴിഞ്ഞിട്ടും അനുപ്രിയയുടെ കിടപ്പുമുറി തുറക്കാതെ വന്നതോടെയാണ് വീട്ടുകാർക്ക് സംശയം തോന്നിയത്. സാധാരണ സമയമായിട്ടും വാതിൽ തുറക്കാതിരുന്നപ്പോൾ ബന്ധുക്കൾ മുറിയിൽ പോയി പരിശോധിച്ചു. മുറി അകത്ത് നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. തുടർന്ന് വാതിൽ തകർത്ത് അകത്ത് കടന്നപ്പോഴാണ് യുവതിയെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കാഴ്ച കണ്ടതോടെ കുടുംബാംഗങ്ങൾ ആകെ തകർന്നുപോയി. അവരുടെ കരച്ചിലും നിലവിളിയും കേട്ട് അയൽവാസികളും നാട്ടുകാരും ഓടിക്കൂടി. ഉടൻ തന്നെ വിവരം അറിയിച്ചതിനെ തുടർന്ന് തലയോലപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി. പോലീസ് പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി മൃതദേഹം താഴേക്കിറക്കി. മരണം ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ വിവാഹം കഴിഞ്ഞ് കേവലം ഒരു ദിവസത്തിന് ശേഷം നവവധു സ്വന്തം വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്തതിന്റെ കാരണം കണ്ടെത്താൻ പോലീസും ബന്ധുക്കളും നാട്ടുകാരും ശ്രമിക്കുകയാണ്. തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ മരണകാരണത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. യുവതിയുടെ ശരീരത്തിൽ അസ്വാഭാവികമായ മുറിവുകളോ പാടുകളോ ഉണ്ടോ എന്നും മരണത്തിന് തൊട്ടു മുമ്പ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നും പോസ്റ്റ്മോർട്ടത്തിലൂടെ അറിയാനും സാധിക്കും. യുവതി മുറിയിൽ എന്തെങ്കിലും ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത് മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ വ്യക്തമാക്കാനും സഹായിക്കും. വിവാഹം കഴിഞ്ഞിട്ട് ഒരു ദിവസം മാത്രമായതിനാൽ ഭർത്തൃവീടുമായോ വരനുമായോ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അനുപ്രിയ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്താനുണ്ടായ കാരണം എന്തായിരിക്കുമെന്നും പോലീസ് അന്വേഷണം പരിധിയിൽ വരികയും ചെയ്യും. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് യുവതി ആരുമായിട്ടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ മൊബൈൽ ഫോൺ വിശദമായി പരിശോധിക്കാനും സാധ്യതയുണ്ട്. കൂടാതെ അനുപ്രിയയുടെ മാതാപിതാക്കൾ, മറ്റു കുടുംബാംഗങ്ങൾ, വരൻ, അദ്ദേഹത്തിന്റെ വീട്ടുകാർ എന്നിവരിൽ നിന്ന് പോലീസ് വിശദമായി മൊഴി രേഖപ്പെടുത്തും. വിവാഹത്തിനായി ഒരുപാട് ഒരുക്കങ്ങൾ നടത്തിയ ഒരു വീടായിരുന്നു കുറത്തെ പറമ്പിൽ. ബന്ധുക്കളും സുഹൃത്തുക്കളും വിവാഹാഘോഷങ്ങളിൽ പങ്കെടുത്ത് പിരിഞ്ഞു പോയതിന് തൊട്ടു പിന്നാലെയാണ് ഈ ദുരന്തം സംഭവിച്ചതും. ഒരു ശാന്ത സ്വഭാവിയായിരുന്ന അനുപ്രിയയ്ക്ക് എന്താണ് സംഭവിച്ചത്, ഈ ആത്മഹത്യക്കുള്ള കാരണം എന്താണ് എന്നതെല്ലാം ഒരു ഊരാക്കുരുക്കായിട്ട് തുടരുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും.